നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ്. വലിയ ഗമ കാണിച്ചു വന്ന കേവായുടെ മക്കള് അവരുടെ തുണി പറിച്ച് അവരെ നഗ്നരാക്കിയ സാത്താന്റെ ഒരു പ്രവൃത്തി അവിടെ വിവരിച്ചിട്ടുണ്ട്. ഗമ കാണിച്ചു വന്നവരുടെ തുണി പറിച്ച് അവരെ മുറിവേൽപ്പിച്ച സാത്താൻ, അതാണ് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. 11 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. പൗലോസിന്റെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശനമേറ്റ തൂവാല അടുത്തേക്ക് കൊണ്ടുവന്നത് അശുദ്ധാത്മാക്കൾ അലറി വിളിച്ചോടി. ഇതെല്ലാം കണ്ട പല വ്യക്തികളും ആ സമൂഹത്തിലുണ്ടായിരുന്നു. പൗലോസിന്റെ ജീവിത വിശുദ്ധി, പൗലോസിന്റെ ദൈവാശ്രയത്വം, പൗലോസിനെ ദൈവം ഉപകരണമാക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചത്. ഇനി അവിടെ ചില യഹൂദര് പിശാചിനെ ഒഴിപ്പിക്കുന്ന പ്രവൃത്തിയിൽ മുഴുകിയിരുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ കേവ ഒരു പ്രധാന പുരോഹിതനാണ്. ഇവന്റെ 7 മക്കള്, നമ്മൾ സാറിന് തൊമ്മന മക്കൾ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കേവായുടെ 7 മക്കള് അവര് വെൽ ഡ്രസ്ഡ് ആയിട്ട് പാൻറ്റും കോട്ടും ടൈയും ഒക്കെ ആയിട്ട് അവരിങ്ങനെ വരുന്നു. നല്ല ഗമയിൽ വന്നവരാണ്. അവർ വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഈ മനുഷ്യനെ വിട്ടുപോവുക. ആരുടെ അടുത്തായിരുന്നു? അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയുടെ അടുത്തായിരുന്നു. മറ്റൊരാളുടെ അധികാരം കടമെടുത്താണ് ഇങ്ങനെ പറഞ്ഞത്. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, വിട്ടുപോവുക. ആ പിശാച് ബാധിതൻ അവരെ നോക്കിയിട്ട് പറഞ്ഞു, പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾക്കറിയാം, അവരെയൊക്കെ കണ്ടാൽ ഞങ്ങൾ വിറയ്ക്കും, അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളാരാ? ഹൂ ആർ യു? അത് പറഞ്ഞിട്ട് ആ പിശാച് ബാധിതൻ അവരുടെ മേൽ ചാടി വീണു. ഇവര് കാര്യം തണ്ടും തടിയൊക്കെ ഉള്ള 7 പേരുണ്ടായിരുന്നു. എന്നിട്ടും ഈ പിശാച് ബാധിതൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് മുറിവേറ്റ് നഗ്നരായാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗമ കാണിച്ചു വന്നവരുടെ തുണി പറിച്ച സാത്താന്റെ പ്രവർത്തനമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഇതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. അത് നാം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്കും ഇതുപോലത്തെ അധപതനം സംഭവിക്കാം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, സാത്താൻ ഭയപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എളിമ, രണ്ടാമത്തേതാണ് പ്രാർത്ഥന, മൂന്നാമത്തേതാണ് ബലിയർപ്പണം. ഈ 3 കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ സാത്താന് വിറകൊള്ളും എന്നുള്ളത് നാം തിരിച്ചറിയണം. എളിമയുള്ളവരെ കണ്ടാൽ സാത്താന് പേടിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചൊരു കാര്യമാണ്, എളിമ സാത്താനെ വിരട്ടി ഓടി. എളിമ മനുഷ്യനെ മാലാഖയ്ക്ക് തുല്യമാകും. അതിന്റെ വിപരീതം അഹങ്കാരം മാലാഖയെ പോലും പിശാചാക്കി മാറ്റി. അതുകൊണ്ട് എളിമ വിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്. അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരെ കണ്ടാൽ സാത്താന് പേടിയാണ്. വിശുദ്ധ ബലി വില കൊടുത്ത് അർപ്പിക്കുന്നവരെ കണ്ടാൽ സാത്താന് ഭയമാണ്. ഡെയിലി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ആ ഒരു ദൈവ സാന്നിധ്യം, അത് സാത്താന് ഭയമാണ് എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, അഹങ്കാരം വളരെ അപകടകാരിയാണെന്നുള്ള വചന സന്ദേശം വളരെ വ്യക്തമാണ്. ഏതാനും വചനങ്ങൾ എടുക്കാം. ജെറമ്യ 50:31 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണ്. ദൈവം നമുക്കെതിരായാൽ നമുക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? പ്രഭാഷകൻ 3:28 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല, കാരണം തിന്മ അതുപോലെ അവനിൽ വേരുറച്ചു വളരുന്നു. അതുകൊണ്ട് അവനെ നാശം ഉറപ്പിക്കാം എന്നുള്ളതാണ് ഈ വചനം പറയുക. സുഭാഷിതങ്ങൾ 15:25 അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിശാണ്. സങ്കീർത്തനം 101 5-ാമത്തെ വചനം, അഹങ്കാരികളെ ഗർവിഷ്ഠരെ ഞാൻ പൊറുപ്പിക്കില്ല. ഈ വചനങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന എന്താണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം നിഗളം. ഈ ഗമ, നിഗളം എന്നിവ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എളിമയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്നതാണ്. എളിമയ്ക്ക് വിപരീതമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. ആ ഗമയോട് കൂടെ വന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിഗളം, ഈ പല കോംപ്ലക്സസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അതുപോലെ തന്നെയാണ് പീക്കോക്ക് കോംപ്ലക്സ്. എന്താണെന്നറിയോ? നിഗളം. നമുക്ക് എന്തെങ്കിലും നേട്ടം വരുമ്പോൾ, അതല്ലെങ്കിൽ ഉയർച്ചകളൊക്കെ വരുമ്പോൾ അതിൽ നിഗളിച്ചാൽ അത് അപകടത്തിലേക്ക് നമ്മളെ നയിക്കാം എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവരോ ദൈവത്താൽ ഉയർത്തപ്പെടും. ലൂക്കാ 14:11 ലൂക്കാ 18:14 എടുക്കുമ്പോൾ ഈ സന്ദേശം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, ദൈവത്താൽ ഉയർത്തപ്പെടാൻ നമുക്ക് വേണ്ടത് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ നിഷേധികളായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി
ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.